ഹായ് വെൽക്കം ടു ക്യാമ്പസേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBA കോഴ്സിനെ കുറിച്ചാണ്. ഇതൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ ആയതുകൊണ്ട് തന്നെ ബാച്ചിലർ ഡിഗ്രി ഏതാണെങ്കിലും നിങ്ങൾക്ക് MBAക്ക് നിങ്ങൾ എലിജിബിൾ ആണ്. അതായത് ഇപ്പോൾ BA കോഴ്സസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ BSc കോഴ്സസോ BTechോ BBA BCom ഏതും ആയിക്കോട്ടെ, നിങ്ങൾ MBAക്ക് എലിജിബിൾ ആണ്. 2 years ആണ് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ മാനേജ്മെന്റ് സ്കില്ല്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഇതെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കാനും കൂടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് MBA കോഴ്സിലൂടെ ലഭിക്കുന്നത്. ഇന്ത്യയിൽ MBAക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പലമാതിരി എൻട്രൻസ് എക്സാംസ് ഉണ്ട്. ഓരോ യൂണിവേഴ്സിറ്റീസിനും ഓരോ എൻട്രൻസ് ആണ്. ഇപ്പം CAT, CMAT, NMAT, SNAP, KMAT അങ്ങനെ പലതരം എൻട്രൻസ് എക്സാംസ് ഉണ്ട്. അത് യൂണിവേഴ്സിറ്റി അനുസരിച്ച് പലയിടത്തും പല രീതിയാണ്. പിന്നെ അതുപോലെ തന്നെ ചില യൂണിവേഴ്സിറ്റീസ് ആകുമ്പോൾ ഇപ്പോൾ ഡീം ടു ബി യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉണ്ട് പലയിടത്തും. അവർക്ക് എൻട്രൻസ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. അവരുടെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഡിഗ്രിയുടെ മാർക്ക് അങ്ങനെ നോക്കിയെടുക്കുന്ന യൂണിവേഴ്സിറ്റീസും ഉണ്ട്. കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാനായിട്ട് KMAT എന്ന് പറയുന്നൊരു എൻട്രൻസ് എക്സാം ക്വാളിഫൈഡ് ആണോ എന്നാണ് പറയുന്നത്. അത് മിക്കവാറും ഈ ഡിഗ്രി കുട്ടികളുടെ എക്സാമിൻ്റെ ഇടയിലാണ് ഈ KMATൻ്റെ രജിസ്ട്രേഷനും എക്സാമും ഒക്കെ വരുന്നത്. പല കുട്ടികളും ഇത് വിട്ടുപോകാറുണ്ട്. ഫസ്റ്റ് റൗണ്ട് KMAT, ചില കുട്ടികളാണെങ്കിൽ സെക്കൻഡ് റൗണ്ട് KMAT രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് എക്സാം എഴുതലാണ് കാണാറുള്ളത്. പിന്നെ മിക്ക വർഷങ്ങളിലും കാണാറുള്ളതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടൈം ആകുമ്പം KMAT ഇല്ലാത്ത സ്റ്റുഡൻസും MBAക്ക് എലിജിബിൾ ആണെന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അപ്പം അങ്ങനെ സ്റ്റുഡൻസിന് അഡ്മിഷൻ കിട്ടാറുണ്ട്. അത് എല്ലാ വർഷവും നമുക്ക് ഉറപ്പൊന്നുമില്ല. നമുക്ക് എപ്പോഴും സേഫ് എന്ന് പറയുന്ന ഒരു KMAT ക്വാളിഫൈ ആവുക എന്നുള്ളതാണ് സേഫ്. കാരണം ഗവൺമെൻറ് അങ്ങനെ ഒരു സർക്കുലർ ലാസ്റ്റ് ടൈം വന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാനൊക്കെ ഡിഫിക്കൽട്ടി വരും. നമുക്ക് KMAT ഇല്ലാത്ത സ്റ്റുഡൻസിന് അഡ്മിഷൻ ഒരു കൺഫർമേഷൻ പറയാനൊക്കെ അതിൻ്റെ അകത്തൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും KMAT MBAക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ KMAT രജിസ്ട്രേഷൻ്റെ ഡേറ്റും എക്സാം ഡേറ്റ് ഒക്കെ നോക്കി അത് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്ത് അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. MBAയുടെ സിലബസിലോട്ട് കടക്കുമ്പോൾ അതിൻ്റെ കോർ സബ്ജക്ട്സ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, ഓർഗനൈസേഷണൽ ബിഹേവിയർ, ബിസിനസ് എക്കണോമിക്സ്, അക്കൗണ്ടിംഗ് ഫോർ മാനേജേഴ്സ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്, ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഫോർ മാനേജേഴ്സ്. പിന്നെ ഇതിന്റെ കൂടെ ഇവർക്ക് ഇന്റേൺഷിപ്പ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വർക്ക്ഷോപ്പും സെമിനാറുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞു പോയത് ജനറൽ MBAയുടെ ഒരു കോർ സബ്ജക്ട്സ് ആണ്. പിന്നെ എല്ലാ യൂണിവേഴ്സിറ്റിക്കും സിലബസ് ഒരുപോലെയല്ല വരുന്നത്. യൂണിവേഴ്സിറ്റീസ് അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ സിലബസിൽ ഉണ്ടാവാറുണ്ട്. ഇനി പറഞ്ഞു പോയതൊക്കെ ജനറൽ MBAയുടെ ഡീറ്റെയിൽസ് ആണ്. ഇനി ഈ MBAയുടെ കൂടെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് പല ടൈപ്പ് സ്പെഷ്യലൈസേഷൻസ് വരുന്നുണ്ട്. ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് ഏത് സ്പെഷ്യലൈസേഷൻ എടുത്ത് പഠിക്കുന്നത് നല്ലത്, സ്പെഷ്യലൈസേഷൻ എടുക്കണോ എന്നുള്ളത് നിർബന്ധമാണോ എന്നൊക്കെ. സ്പെഷ്യലൈസേഷൻ എടുക്കണോ എന്നുള്ളത് നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഒരു ഫോക്കസും ഇൻട്രസ്റ്റും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യാൻ. കാരണം ഏതൊരു സ്പെസിഫിക് ഫീൽഡിലോട്ട് പോകാൻ ആഗ്രഹമുള്ള സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റ് ആ ഒരു ഫീൽഡിന് ആപ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്ത് പഠിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സ്പെഷ്യലൈസേഷൻ എടുക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. അത് എപ്പോഴും നിങ്ങളുടെ കരിയറിന് സപ്പോർട്ട് ചെയ്യത്തതേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും MBAയുടെ കൂടെ അവൈലബിൾ ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻസും അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. MBAയുടെ കൂടെ വരുന്ന ഫസ്റ്റ് സ്പെഷ്യലൈസേഷൻ ആണ് ഫിനാൻസ്. ഇത് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ പ്ലാനിങ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഫിനാൻസ്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്, റിസ്ക് മാനേജ്മെന്റ് ഇതുപോലുള്ള ടോപ്പിക്സിനെയൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആണിത്. സെക്കൻഡ് സ്പെഷ്യലൈസേഷൻ മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് നമുക്കറിയാം മെയിനായിട്ടും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് കവറപ്പ് ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആണിത്. അതായത് മാർക്കറ്റിംഗ് റിസർച്ച്, കൺസ്യൂമർ ബിഹേവിയർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സെയിൽസ് മാനേജ്മെന്റ്, അഡ്വർടൈസിങ് തുടങ്ങിയ ടോപ്പിക്സ് ആണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത സ്പെഷ്യലൈസേഷൻ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HR മാനേജ്മെന്റ്. ഇത് ഒരുപാട് സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആണ്. ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയി റിലേഷൻ, ടാലന്റ് മാനേജ്മെന്റ്, പെർഫോമൻസ് മാനേജ്മെന്റ്, അതുപോലെ ഓർഗനൈസേഷണൽ ബിഹേവിയർ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആണ് HR മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്പെഷ്യലൈസേഷൻ ഓപ്പറേഷൻ മാനേജ്മെന്റ് ആണ്. ഇതെന്ന് പറയുമ്പം ഇതിൽ കവറപ്പ് ചെയ്ത് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പ്ലാനിങ്, ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കൺട്രോള്, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ്, പ്രോജക്റ്റ് മാനേജ്മെന്റ് ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ കവറപ്പ് ചെയ്യുന്ന സ്പെഷ്യലൈസേഷൻ ആണിത്. അടുത്ത സ്പെഷ്യലൈസേഷൻ ആണ് ഇൻഫർമേഷൻ ടെക്നോളജി.
ഇതെന്ന് പറയുമ്പം നമ്മുടെ ബിസിനസ് മാനേജ്മെൻറ്റിനെയും അതുപോലെ തന്നെ IT നോളജിനെയും കൂടി കമ്പൈൻ ചെയ്യുന്ന ഒരു സ്പെഷ്യലൈസേഷൻ ആണ്. അതായത് IT പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ സിസ്റ്റം അനാലിസിസ്, ബിസിനസ് സ്ട്രാറ്റജീസ്, ഇതെല്ലാം കൂടി വരുന്നൊരു ടോപ്പിക്കാണ്. അതായത് ഇതെല്ലാം കൂടി വരുന്നൊരു സ്പെഷ്യലൈസേഷനാണ് ഇൻഫർമേഷൻ ടെക്നോളജി. അടുത്ത സ്പെഷ്യലൈസേഷനാണ് ഇൻ്റർനാഷണൽ ബിസിനസ്. ഇതിൽ സ്റ്റുഡൻസിനെ ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇൻ്റർനാഷണൽ ട്രേഡ്, അതുപോലെ തന്നെ ക്രോസ് കൾച്ചറൽ മാനേജ്മെൻറ്റ്, ഇൻ്റർനാഷണൽ ഫിനാൻസ്, ഗ്ലോബൽ ബിസിനസ് മാനേജ്മെൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് ഉൾപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ് സ്പെഷ്യലൈസേഷൻ ഈസ് ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ഫീൽഡിലെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആണ് ഇതിൽ കവറപ്പ് ചെയ്യുന്നത്. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് സർവീസ് മാനേജ്മെൻറ്റ്, ഹെൽത്ത് കെയർ പോളിസി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ട ഒരു സ്പെഷ്യലൈസേഷൻ ആണ് ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്. അടുത്ത സ്പെഷ്യലൈസേഷൻ ആണ് എൻ്റർപ്രണർഷിപ്പ്. ഇതെന്ന് പറഞ്ഞാൽ ഈ സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹമുള്ള സ്റ്റുഡൻസിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സ്പെഷ്യലൈസേഷൻ ആണിത്. അതായത് ഒരു ബിസിനസ് എങ്ങനെ സ്വന്തമായിട്ട് തുടങ്ങാം, അതെങ്ങനെ മാനേജ് ചെയ്യാമെന്നൊക്കെയാണ് ഇതിൻ്റെ അകത്ത് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ അകത്ത് മെയിനായിട്ടും ബിസിനസ് പ്ലാനിങ്, അതുപോലെ സ്റ്റാർട്ടപ്പ് എങ്ങനെ തുടങ്ങാം, സ്റ്റാർട്ടപ്പ് ആൻഡ് ഇന്നോവേഷൻ തുടങ്ങിയ ടോപ്പിക്സ് ഒക്കെ കവറപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ആണ്. ഇതിൽ ലോജിസ്റ്റിക്സിൻ്റെ ടോപ്പിക്സ് മെയിനായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, പ്രൊക്യൂർമെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സ്പെഷ്യലൈസേഷൻ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ MBAയുടെ കൂടെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സ്പെഷ്യലൈസേഷൻസ്. ഇതല്ലാതെ വേറെയും സ്പെഷ്യലൈസേഷൻസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൽ ഏത് സ്പെഷ്യലൈസേഷനാണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറഞ്ഞു പോയ എല്ലാ സ്പെഷ്യലൈസേഷനും ഏതൊരു കമ്പനിക്കും അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും ഉപയോഗപ്രദമായ സ്പെഷ്യലൈസേഷൻസ് ആണ്. ഇവിടെ എല്ലാം ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ്, നിങ്ങളുടെ വിഷൻ, ഫോക്കസ് ഒക്കെ മനസ്സിലാക്കി വേണം നിങ്ങൾ ഇതിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ MBAയുടെ ജോബ് റോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യക്കകത്തും പുറത്തും എല്ലാം നല്ല ഹയർ സാലറി ഓപ്ഷൻസ് ഉള്ള ജോബ് റോൾസ് MBA സ്റ്റുഡൻസിനായിട്ട് അവൈലബിൾ ആണ്. പക്ഷെ അത് നമ്മുടെ ഒരു ടാലൻറ്റിനെയും അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളെ എങ്ങനെ ഗ്രൂം ചെയ്തെടുത്തു എന്നുള്ളതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അത് വരുന്നത്. നമ്മൾ ഒരു MBA പഠിക്കാനായിട്ട് ഒരു കോളേജോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയൊക്കെ ചൂസ് ചെയ്യുമ്പം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി ഓർ കോളേജ് തന്നെ ചൂസ് ചെയ്യുക. കാരണം നമ്മൾ മിക്ക സ്റ്റുഡൻസിൻ്റെയും ഒരു ലാസ്റ്റ് കോളേജ് ആയിരിക്കും ഈ ഒരു PG ആയതുകൊണ്ട് തന്നെ അവസാനമായിട്ട് അവർ പഠിക്കുന്ന ഒരു കോഴ്സ് ആയിരിക്കാം ചിലപ്പം ഇതെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സ്ഥലത്ത് തന്നെ പഠിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇത് നിങ്ങളുടെ കരിയറിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് പ്ലേസ്മെൻറ്റ്സും നല്ല ട്രെയിനിങ്ങും നല്ല ഇൻറ്റേൺഷിപ്പൊക്കെ തരുന്ന ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ നിങ്ങൾ MBA കോഴ്സ് പഠിക്കാനായിട്ട് ചൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. MBA കോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ എടുക്കുന്ന സ്പെഷ്യലൈസേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യാമ്പസ് ഫേസിനെ കോൺടാക്റ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.